നമസ്കാരം, അമൃതാണ്. പിന്നെ ട്രിവാൻഡ്രം വരെ ഞാൻ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മുടെ മിക്കി ജിക്ക് 1-2 ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനൊരു വാഹനം വാങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കമ്മീഷണറുടെ ഓഫീസിൽ വന്ന് കയറണം. പ്രയർ അപ്പോയിൻമെൻ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ കുറേയൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ സാധ്യതയില്ല. നമുക്ക് ഓഫീസിൽ പോയി കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഞാൻ ഈ ഡ്രൈവ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലെന്തെങ്കിലും ഐഡിയാസ് തോന്നിയാൽ അത് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലാണ് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. കാരണം ഒരുപാട് ദൂരം എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മളെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. എസ്പെഷ്യലി ഒരാളായിട്ട്. പ്രത്യേകിച്ച് 5-6 പേരൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു വണ്ടിയിൽ ഒരാൾ യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു നിയമപരമായിട്ടല്ലെങ്കിലും നമ്മുടെ സ്വന്തം വണ്ടിയാകുമ്പോൾ നമ്മുടെ അവകാശമാണല്ലോ, നമുക്ക് എവിടെ വേണോ കൊണ്ട് നടക്കാം. പക്ഷേ എങ്കിലും നമ്മളൊരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമുക്ക് പ്രകൃതിയോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കംപ്ലീറ്റ് സീറ്റിംഗ് ഇങ്ങനെ ആളില്ലാതെ ഒരു വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നത് ഉചിതമല്ല. കാരണം സിംഗപ്പൂർ പോലുള്ള കൺട്രീസിലൊക്കെ അവിടുത്തെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില നിയമങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് സീറ്റിങ്ങിനനുസരിച്ചുള്ള ആളുകളില്ലെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഒരാളിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ നല്ല ഒരു നിയമമാണ്. കാരണം ഒരാളിന് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മറ്റ് മീൻസ് ഓഫ് ട്രാവൽ ചെയ്യാനുള്ള മറ്റ് മീൻസൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിലും അത്തരത്തിലുണ്ട്. പക്ഷെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. പിന്നെ പലതും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോണത്. അപ്പോൾ മറ്റ് ഡെവലപ്ഡ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ എന്ത് രീതിയിലും ട്രാവൽ ചെയ്യാൻ, എസ്പെഷ്യലി മെട്രോ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ടൗൺ ടു ടൗൺ കണക്ടിവിറ്റിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത്തരം ട്രാൻസ്പോർട്ടേഷൻ ആണ് അവിടെയുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മറിച്ച് സ്വന്തമായിട്ട് ഒരു 4-സീറ്റർ കാറ് പോലും ഒരാളിൻ്റെ ആവശ്യത്തിനായിട്ട് കൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അത്തരം നിയമങ്ങളും വളരെ താമസിയാതെ തന്നെ നമ്മുടെ രാജ്യത്തുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അത് ഗ്ലോബലി ഉള്ള ചില സന്ധികളുടെയൊക്കെ ഭാഗമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൂടെ ചെയ്താൽ, ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് കുറച്ച് രാജ്യങ്ങൾ മാത്രം നടത്തുമ്പോൾ പറ്റത്തില്ല. എല്ലാ രാജ്യങ്ങളും ഗ്ലോബൽ വാർമിങ്ങും അങ്ങനെയുള്ള ഇഷ്യൂസിനെയൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു പോസിറ്റീവ് ആക്ഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലബ് ഹൗസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ അതിലെനിക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള നിലയിലൊക്കെ ഞാൻ കുറച്ച് ഒരു കണ്ടന്റ് അങ്ങനെ ചെയ്തിരുന്നു. പിന്നീട് അതിന് ശേഷം ഞാൻ ക്ലബ് ഹൗസിൽ കുറേ നാളൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. ക്ലബ് ഹൗസ് എങ്ങനെയുണ്ട്, ഹൗ എഫക്റ്റീവ്ലി പീപ്പിൾ ആർ യൂട്ടിലൈസിങ് ക്ലബ് ഹൗസ് എന്നുള്ളത്. കാരണം നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ആയിരുന്നാലും ഏത് ഇത്തരത്തിലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ഇതിനെ വളരെ വൈസ്ലി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പല്ല, നല്ല വൈസ്ലി ഈ ഇത്തരം സോഷ്യൽ പ്ലാറ്റ്ഫോംസിനെ വിനിയോഗിക്കുന്ന ക്രിയേറ്റേഴ്സും ഉണ്ട്. കുറേ അൺവാണ്ടഡ് ക്രിയേറ്റേഴ്സും ഉണ്ട്. കാരണം നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നതിനേക്കാളും മറ്റുള്ളവൻ്റെ ജീവിതം കാണാൻ നമുക്കൊരു പ്രത്യേകതരം അർജുണ്ട്. അപ്പോൾ അതിനെ വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഈ ക്രിയേഷൻ ചെയ്യുന്ന അനേകം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ഹാഫ്, ഞാൻ കഴിഞ്ഞ ദിവസം വന്ന റോഡാണ്, ഒരു ഹാഫ് ഇപ്പോൾ ടാർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഉടനെ തന്നെ കംപ്ലീറ്റ് ടാറിങ്ങും വരുമെന്ന് പ്രത്യാശിക്കാം. അതുകൊണ്ട് തന്നെ തുറന്നു കൊടുത്തെന്ന് തോന്നുന്നു റോഡ്. ഇത് കടക്കാവൂർ ചിറയൻകീഴ് റോഡാണ്. അപ്പോൾ എന്തായാലും ക്ലബ് ഹൗസിൽ പല സ്ഥലങ്ങളിലുമൊക്കെ
ഡിസ്കഷൻസ്, വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരുപാട് നല്ല റൂമുകളുണ്ട്. അപ്പോൾ അങ്ങനെ പല റൂമുകളിലുമൊക്കെ പോയി നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ സംസാരിച്ച് ഒരു ചെറിയ രീതിയിൽ സോഷ്യൽ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ക്ലബ് ഹൗസ് ഇസ് ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ്സ് എ ജെന്യൂൻ പ്ലാറ്റ്ഫോം. കാരണം നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഫേക്ക് ആണോ അല്ലെങ്കിൽ അദ്ദേഹം മറവെച്ച് ഒറിജിനൽ വ്യക്തിയാണോ ഈ സംസാരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ക്ലബ് ഹൗസ് തരുന്നുണ്ട്. കാരണം അതും നമ്മുടെ സോഷ്യൽ പ്ലഗിനായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമുമായിട്ട് കണക്റ്റഡ് ആണ്, അതുപോലെ ട്വിറ്റർ അക്കൗണ്ടുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിലൂടെയൊക്കെ കയറിപ്പോയി ഒരാൾ ജെന്യൂൻ ആണോ ആ വ്യക്തിയാണോ അല്ല ഇതൊരു ഫേക്ക് പ്രൊഫൈലാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്താലും അതിനകത്ത് ഇത്തരം ജെന്യൂനിറ്റി കണ്ടുപിടിച്ച് അത് ഫോളോ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മളറിവ് നേടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാനത് വളരെ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ക്ലബ് ഹൗസിനുണ്ട്. എസ്പെഷ്യലി ക്ലബ് ഹൗസ് ഇതുപോലുള്ള പോസ്റ്റിങ്സോ അല്ലെങ്കിൽ എഴുത്തോ മാത്രമല്ല, അവിടെ സംസാരമാണ്, വോയിസാണ്. അപ്പോൾ ഒരു വോയിസ് തന്നെ, ഒരാളുടെ ശബ്ദം കേൾക്കുക എന്നുള്ളത് തന്നെ അതിലൂടെ നമുക്ക് കുറേ ഒരു ജെന്യൂൻ സൈഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് തീരദേശ റോഡ് വഴി പോവാം. ഞാൻ എപ്പോഴും ഈ കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തീരദേശ റോഡാണ് ഈ ചൂസ് ചെയ്യാറുള്ളത്. വളരെ നല്ല റോഡുമാണ്, പിന്നെ വേറെ ട്രാഫിക് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വിട്ടങ്ങ് പോവാം. അപ്പോൾ എന്തായാലും ക്ലബ് ഹൗസിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഏതാണ്ട് 4 months 5 months അടുപ്പിച്ചാണ്ടാവുന്നു തോന്നുന്നു ക്ലബ് ഹൗസ്. അപ്പോൾ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് ഒരു കോമഡി ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോളോ ചെയ്യാം. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞു വന്നത്. കടന്നു വരൂ, അങ്ങോട്ട് ഫോളോ ചെയ്യൂ, ഞാൻ ഇങ്ങോട്ട് ഫോളോ ചെയ്യാം എന്നുള്ള നിലയിലുള്ളൊരു സിസ്റ്റം. അപ്പോൾ ഞാൻ യൂട്യൂബിലും ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ ഉള്ള ചില പ്രതിഭാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്ന പോലെ യൂട്യൂബിൽ നിന്നൊക്കെ അങ്ങനെ റവന്യൂ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഈ മലയാളി എന്നല്ല, ലോകമെമ്പാടും എല്ലാവരുടെയും ഒരു ആറ്റിറ്റ്യൂഡാണ് എവിടെ നിന്ന് ധനം സമാഹരിക്കാൻ പറ്റും അങ്ങനെയുള്ള വഴികളിലൊക്കെ നമ്മൾ ആരെങ്കിലും പോണത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളും ആ വഴി കൂടെ പോകും. അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു സെർച്ചിലായിരിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് ക്ലബ് ഹൗസ് എന്തൊക്കെ പുതിയ സാധ്യതകൾ തുറന്നിടും എന്നറിയാൻ വേണ്ടിയിട്ട്, എന്ത് സാധ്യതകൾ തുറന്നിട്ടാലും യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന കണക്ക്, അത് എൻ്റെ കോൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ ജനറലി. അതുകൊണ്ടാണല്ലോ എല്ലാവരും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അപ്ഡേറ്റ്സ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ എൻ്റെ അപ്ഡേറ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം തന്നെ, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പോസ്റ്റിങ്ങിൽ കുറേ പേർക്ക് ആ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആ ഒരു കൂട്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഒരു ഇൻസ്റ്റൻ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ചെല്ലും, അവരെല്ലാം പെട്ടെന്ന് കാണും. ദാറ്റ് മീൻസ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലിലാണെന്നുണ്ടെങ്കിൽ എന്തൊരു അപ്ഡേറ്റ് വന്നാലും ഈ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫൈഡ് ആകുമ്പോൾ അവർ ഉടൻ തന്നെ വന്ന് കാണും. അപ്പോൾ അതിലൂടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് വ്യൂ കൗണ്ട് കൂട്ടാൻ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതിനപ്പുറത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പെട്ടെന്നൊരു വ്യൂവർഷിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ സെർച്ച് എഞ്ചിന് മനസ്സിലാക്കും കണ്ടൻറ്റ് വാല്യുബിൾ ആണെന്ന് കാണിച്ചുകൊണ്ട്, പിന്നെ കണ്ടൻറ്റിന് ഒരു കുറച്ചും കൂടെ ഒരു ടോപ്പ് പ്രയോറിറ്റി കിട്ടും. പിന്നെ അതിലൂടെ റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൂടെ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെയൊക്കെ നല്ല റവന്യൂ ഉണ്ടാക്കാം. അപ്പോൾ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ വാല്യൂ ഉണ്ടാക്കുന്നത് പോലെ, പക്ഷെ ഞാനങ്ങനെ കണ്ടോണ്ടല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഞാനങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്താൽ തന്നെ അറിയാം, യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഈസ് ഇനഫ് ടു മേക്ക് മണി. ഇഫ് യു ആർ എ ഗുഡ് ക്രിയേറ്റർ ദാറ്റ് ഈസ് ഇനഫ് ഫോർ യു ടു ജനറേറ്റ് റവന്യൂ ഫ്രം യൂട്യൂബ്. ആ ഒരു ടാർഗറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ വാച്ച് അവേഴ്സാണ്. വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയത് കൊണ്ട് കിട്ടത്തില്ല. സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുമെങ്കിലും അവർ ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്ത് നമ്മുടെ കണ്ടൻറ്റ്സ് കാണണമെന്നൊന്നുമില്ല. അതിപ്പോൾ ഞാനിങ്ങനെ ഓവറോൾ ഒരു സ്റ്റഡിയൊക്കെ നടത്തും. ഇപ്പോൾ നമുക്കൊരു 10 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണെന്നിരിക്കട്ടെ.
ആ യൂട്യൂബർ ഒരു കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതുവരെയുള്ള എൻ്റെ യൂട്യൂബിലൂടെയുള്ള യാത്രയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു 5 days അല്ലെങ്കിൽ ഒരു മിനിമം 10 daysലെങ്കിലും നമ്മൾ നമ്മുടെ ഈ 10 lakh സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കണ്ടൻറ്റ് കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടൻറ്റ്, നമ്മളൊരു കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ 10 lakh മോർ ദാൻ 10 lakh സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരാളിന് 10 lakhും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 5 days ഓർ 10 days ഓർ ഒരു മാസത്തിലോ ഈ 10 ലക്ഷം വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഫോളോ ചെയ്ത 10 lakh സബ്സ്ക്രൈബേഴ്സും they blindly followed, but they are not tracking you or not following you, not finding your maybe they are getting the notifications but they are not promptly watching your videos. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവർ വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ നമ്മളെ കണ്ടന്റ് ഒന്നും കാണുന്നുണ്ടാവണമെന്നില്ല. കാരണം ഇറ്റ് ഡിപ്പെൻസ്. കാരണം പലർക്കും പല സമയങ്ങളിലായിരിക്കും, പല ടൈം സോൺസിലായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ കീൻലി മോണിറ്റർ ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏത് സമയത്താണ് വന്ന് കാണുന്നതെന്നൊക്കെ ഉള്ള ഒരു ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള ഐഡിയ ഒക്കെ എടുത്ത് ഇന്നൊരു ടൈമിംഗ് ഒക്കെ ചൂസ് ചെയ്ത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഇത്ര ടൈമിൽ വന്ന് കാണുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ നമ്മൾ മലയാളികൾ ഒരു മലയാളം കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഡേ ഫിനിഷ് ആവുന്നതിന് മുമ്പേ നമ്മൾ ആ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ടൈം സോണിലിരിക്കുന്ന ആളുകളായിരിക്കും അതെല്ലാം കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ എനിക്ക് അങ്ങനെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ടൈമൊന്നും നോക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ നോക്കാറില്ല, പക്ഷേ എൻ്റെ വാച്ച് അവേഴ്സൊക്കെ കഴിഞ്ഞു. ഒരു യൂട്യൂബ് റെഫർ ചെയ്യുന്ന ഒരു വാച്ച് അവേഴ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് റവന്യൂ എടുക്കാനുള്ള ആ ഒരു കാറ്റഗറിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. ബട്ട് ഞാനിതുവരെ അത് ഇനേബിൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് കടന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ എൻ്റെ കണ്ടൻസ്, ഞാൻ മെയിൻലി എൻ്റെ ബ്ലിസ്ഫുൾ സ്റ്റോറീസ്, നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ്, എൻ്റേതായിട്ടുള്ള ഒരു ആംഗിളിൽ ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി അത് കണ്ടൻ്റാക്കി മാറ്റി, അതാണ് എൻ്റെ പ്രൈം മോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ചാനലുകൊണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ സമയമുണ്ട്, എൻ്റെ പ്രൊഫഷൻ വൈസ് എനിക്കൊത്തിരി ഫ്രീ ആയി വന്ന സമയമാണ്. അപ്പോൾ അതിനെ വൈസ്ലി യൂട്ടിലൈസ് ചെയ്യുക. അതിലൂടെ മറ്റാർക്കെങ്കിലും ഉപയോഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവരുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്ത് അവർക്കും എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് എക്സ്പോസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കണ്ടൻറ്റിലൂടെ അത് എക്സ്പോസ്ഡ് ആയെന്ന് വെച്ചിട്ട് അത് വലിയൊരു മാർക്കറ്റഡ് ആകണമെന്നൊന്നുമില്ല. ബട്ട് എനിഹൗ ഞാൻ കണ്ടൻറ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കണ്ടൻറ് എവിടെ കൊടുക്കണം, എന്ത് രീതിയിൽ അത് ഉണ്ടാക്കണം, എങ്ങനെ അത് ടൈറ്റിൽ ചെയ്ത്, ആ ടൈറ്റിൽസൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കും യൂട്യൂബിൽ. അപ്പോൾ അതിൽ വേർത്ത് സെർച്ചുള്ള കണ്ടൻസ്, അങ്ങനെയൊക്കെ ഉള്ള കണ്ടൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടായിരിക്കും മിക്കവാറും കണ്ടൻറ്റൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ തന്നെ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ കാരണം, ഇതുമായിട്ട് ഇപ്പോൾ ക്ലബ് ഹൗസ് റിലേറ്റഡ് ആയിട്ട് എനിക്കൊരു ചെറിയൊരു ഡിസ്കഷൻ നടത്തണമെന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. പക്ഷേ എങ്കിലും ഇപ്പം ഞാനത് യൂട്ടിലൈസ് ചെയ്ത്, അല്ലെങ്കിൽ കുറേ നാളത് യൂസ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നല്ലൊരു ഐഡിയ കിട്ടി. അപ്പോൾ ക്ലബ് ഹൗസ് ഒരു വളരെ വൈസ്ലി യൂട്ടിലൈസ് ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇത്തരത്തിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടെങ്കിൽ അത് വാല്യൂ ആണെന്ന് കണ്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് റവന്യൂ സൈഡിൽ ബെനിഫിറ്റ് ഉണ്ടാക്കും എന്ന് കണ്ടുകൊണ്ട് തന്നെ, ക്ലബ് ഹൗസിനകത്തും ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു വലിയ ചലഞ്ച്, അല്ലെങ്കിൽ ഒരു വലിയ ക്യാമ്പയിൻ തന്നെ ക്ലബ് ഹൗസിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു. അതായത് കടന്നു വരൂ 4000 ഫോളോവേഴ്സ്, 5000 ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ക്യാമ്പയിനിങ്. അപ്പോൾ അതെന്നെ വളരെയധികം ചിരിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ചിരിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൽ സെറ്റ് കാണിക്കാനല്ലാതെ നമ്മൾ ഇങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടോ, അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സിനെ ക്ലബ് ഹൗസിലുണ്ടാക്കിയിട്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വർത്താവുന്നത്, നമുക്ക് ഒരു കണ്ടന്റ് ഉണ്ട്, നമുക്കൊരു സാധനം സെല്ല് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, വി ആർ സെല്ലിങ് എ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. ആ മാർക്കറ്റിൽ നമ്മളൊരു സാധനം അവതരിപ്പിക്കുമ്പോൾ അത് കാണിക്കാൻ കുറച്ച് ആളുകൾ വേണം. അതിനായിട്ട് നമ്മളൊരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൊള്ളാം. അതല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ചെയ്യുന്നു, നമ്മളൊരു ആളുകളുടെ നന്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നു എന്നിരിക്കട്ടെ, അതിന് നമ്മളെന്തെങ്കിലും പിരിവാണെന്ന് ചേഞ്ച് വല്ലതും ഉണ്ടാവും.
താങ്ക് യു ബ്രോ. പിന്നെ നബിദിനാണല്ലേ, അത് ഓർത്തില്ല. ഓക്കെ, അപ്പോൾ ഇവർക്കൊരു നബിദിനാശംസകൾ. നബിദിനമാണെന്ന് തോന്നുന്നു. ഇന്ന് ക്ലബ് ഹൗസിൽ ഒരു റൂമിൽ സംസാരിച്ചു. ഞാൻ ക്ലബ് ഹൗസിൽ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ആക്റ്റീവ് മെമ്പർ ഇൻ ദ സെൻസ് ജെന്യൂനായിട്ട് കുറച്ച് ആളുകളൊക്കെ സംസാരിക്കുന്ന നമ്മുടെ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞിട്ടൊരു സാറ് ലീഡ് ചെയ്യുന്ന നമസ്തേ കേരളം എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ് റൂമുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാലത്തെ ഒരു ടോപ്പിക്ക്, ഒരു ചെറിയൊരു ടൈറ്റിൽ എടുത്തിട്ട് അതിനെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മനനം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറേ തോട്ട്സ്, ഒരു തോട്ട് പ്രോസസ്സിലൂടെ നമ്മുടെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്യുക. ആ ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മനനം നടത്തുക. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ തുടക്കം മുതൽ അദ്ദേഹം ആണ് എന്നെ ക്ലബ് ഹൗസിൽ ജസ്റ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഒരു നല്ല ബിസിനസ് മാനൊക്കെയാണ്, കുറച്ച് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ടൈം കണ്ടെത്തി ആ ഒരു മോർണിംഗ് സെഷൻ, ഒരു ഏർലി മോർണിംഗ് അല്ല, ഒരു 8 o'clock to 10, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് നല്ല നല്ല കവികളും നല്ല പ്രതിഭകളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് സംസാരിക്കും. ഇപ്പോൾ ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള പ്രതിഭകളുടെ കൂടെയൊക്കെ കുറച്ച് നേരം പോയി ഇരിക്കുകയും അതിൽ ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ചിന്തകൾക്കും കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു റിഫൈൻമെൻറ്റ് ഉണ്ടാകുന്നതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ്, അതുപോലെ റിലീജിയസ് ടോപ്പിക്സ് ഇതൊന്നും എടുക്കാറില്ല. എല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ കം ആൻഡ് ജോയിൻ ദാറ്റ് റൂം ഇഫ് ഇൻട്രസ്റ്റഡ്, ഓൺലി ഇഫ് ഇൻട്രസ്റ്റഡ്. കാരണം പലർക്കും സമയമൊന്നും ഉണ്ടാകുന്ന ഒരു ടൈമൊന്നും അല്ല. കാരണം ജോലിയായിട്ട് തിരക്കുകളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പീക്ക് ടൈമാണ്. കാരണം മോർണിംഗ്, പക്ഷേ എങ്കിലും ഒരു മോർണിംഗ് വൈബാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷനാണ്. എസ്പെഷ്യലി റിലീജിയസ് ടോപ്പിക്സും പൊളിറ്റിക്കൽ ടോപ്പിക്സുമാണ് മനുഷ്യനെ ഏറ്റവും അധികം സമതല തെറ്റിക്കുന്ന ഇൻ ദ സെൻസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ പലർക്കും പല വ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതങ്ങനെയല്ല. ഇതൊരു എല്ലാവരുടെയും വ്യൂസ് ഒന്നിലേക്ക് നയിക്കപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു പോസിറ്റീവ് ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, റൂമിൻ്റെ ലിങ്ക്. പിന്നെ എനിക്ക് ക്ലബ് ഹൗസിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വിശ്വപ്രഭ എന്ന് പറഞ്ഞിട്ടൊരു റൂമുണ്ട്. അതും വൺ അമംഗ് ദ ബെസ്റ്റ് റൂം ഇൻ ക്ലബ് ഹൗസ്. അതിന് മുമ്പായിട്ട് ഒരു ബിസിനസ് റൂമിനെ കുറിച്ച് കൂടെ ഞാൻ പറയാം. ബിസിനസ് റൂം ഇൻ ദ സെൻസ് നമുക്ക് അവിടെയാണ് ഞാൻ ആ വൈസ് യൂട്ടിലൈസേഷൻ ഓഫ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അതായത് സസ്റ്റൈനബിലിറ്റി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോറിനേഴ്സ് നടത്തുന്ന ഒരു റൂമാണ്. ഫോറിനേഴ്സ് എന്നല്ല, എല്ലാ ടൈം സോൺസും ഇന്ത്യൻസും ഉണ്ട്. എല്ലാ ടൈം സോൺസും 24 hours ആക്റ്റീവ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഈ 24 hours ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ പല ടൈം സോൺസിലുള്ള ആളുകൾ വന്ന് അവരങ്ങ് മോഡറേറ്റ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രൂ ഔട്ട് ഓണാണ് ആ റൂം, ത്രൂ ഔട്ട് ഓപ്പൺ ആണ് ആ റൂം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് ആ റൂമിൽ നമ്മുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് അവസരം കിട്ടുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ആ എൻറ്റയർ ഗ്രൂപ്പിൽ നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ, അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ വേറെ പല ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വേറെ ഉണ്ടെങ്കിൽ അവരും ചിലപ്പോൾ ഇത് കേട്ട് ഇൻസ്പയർഡ് ആവും. അവരും ചിലപ്പോൾ നമ്മളുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് ആർ ദെയർ. ഇറ്റ്സ് ഓപ്പണിംഗ് ടു ദ പോസിബിലിറ്റീസിലേക്കുള്ളൊരു ഓപ്പണിംഗ് ആണത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ വിശ്വപ്രഭ സാറിൻ്റെത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്.
ബട്ട് മോർ ദാൻ ദാറ്റ് ഒരു ബ്രോഡ് സ്പെക്ട്രം ഐഡിയാസും ബ്രോഡ് സ്പെക്ട്രം അറിവുകളുമുള്ള വ്യക്തിത്വം. അത്രയും നല്ല എല്ലാ മേഖലകളിലും ഒക്കെ കൈവയ്ക്കുന്ന വ്യക്തിത്വങ്ങളോട് എനിക്കൊരു പ്രത്യേക അഫെക്ഷനാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ വേണ്ടുന്നത് അതാണ്. നമുക്കൊരു പക്ഷേ നമ്മുടെ സംസ്കാരം പകർന്നു തന്നിരുന്ന ഒരു മഹത്വമായ ഒരു തത്വമാണ്. പക്ഷേ എങ്കിൽ പോലും അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് അതിനെ സ്പോയിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫോക്കസ്ഡ് ആവണം. ഏതെങ്കിലും പണ്ടൊക്കെ നമ്മൾ പറയും എന്തെങ്കിലും ഒന്നിൽ ഫോക്കസ് ആയിട്ട് പോകണം, എന്നാൽ മാത്രമേ അതിൽ പോയി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ല. നമുക്ക് അങ്ങനെ അച്ചീവ് ചെയ്ത് ജീവിതത്തിൽ പ്രത്യേകിച്ചൊക്കെ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ വേണം, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിലും നേട്ടങ്ങൾക്കൊക്കെ അപ്പുറത്ത് മാനസികമായ സ്റ്റെബിലിറ്റി അതെല്ലാത്തിലും വേണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നേട്ടത്തിൻ്റെ പുറകെ പോയിട്ട് നേട്ടം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തകർന്ന് അവസാനം ഇതെല്ലാം ക്വിറ്റ് ചെയ്ത് കളയുന്ന ഒരു മനോഭാവം നമ്മുടെ ഈ ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കുണ്ട്. അങ്ങനെയുള്ള പലരെയും ഞാൻ ഈ റീസെൻ്റായിട്ടൊക്കെ കണ്ടിരുന്നു, കൗൺസിലിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള ബ്രോഡ് സ്പെക്ട്രം വ്യൂ. അപ്പോൾ പണ്ട് നമ്മുടെ ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത, ഞാൻ അതിനെ മഹത്വവൽക്കരിച്ച് പറയല്ല, അതിന് മഹത്വങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മഹത്വം, ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ അടിച്ച് പഴിപ്പിച്ച് നന്നാക്കി എടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാ സ്കിൽ സെറ്റ്സും തുറന്നിട്ട് കൊടുക്കും. അപ്പോൾ അതിൽ അവൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് ഏത് മാർഗത്തിലേക്ക് എനിക്ക് സേഫായിട്ട് പോകാം, അവിടെ എനിക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു നല്ല ക്രിയേറ്റർ ആകാൻ പറ്റും എന്നുള്ള നിലയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുള്ള വഴിയാണ് അന്നത്തെ പഴയ ഗുരുകുല സിസ്റ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കറിയാം ഇന്ന് പല മോഡേൺ സയൻസ് കണ്ടുപിടിച്ച പല കാര്യങ്ങൾക്കും അതുപോലെ അല്ലെങ്കിലും അതിൻ്റെയൊക്കെ മറ്റൊരു തലം നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഗുരുക്കന്മാർ കണ്ടെത്തിയിരുന്നു എന്നുള്ളതിന് തെളിവുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ സാങ്കേതിക വിദ്യയുടെ ഒന്നും സഹായം, ഒരു നല്ല എക്സാമ്പിളാണ് നമ്മുടെയൊക്കെ വൈദ്യശാസ്ത്രം, സിദ്ധവൈദ്യം എന്ന് പറയുന്ന വൈദ്യശാസ്ത്രമൊക്കെ. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സയൻസിൻ്റെയും പിൻബലം ഇല്ലാതെ ആത്മജ്ഞാനം അല്ലെങ്കിൽ സ്വയം ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകൾ, ശരീരത്തിന് രോഗാവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിന് എന്ത് പ്രകൃതി അതിനായിട്ട് എന്ത് പ്രകൃതി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും കൂടെ മനനം ചെയ്ത് കണ്ടെത്തി അത് പല ട്രയൽസൊക്കെ നടത്തി അത് വിനിയോഗിച്ചിരുന്ന ഒരു വലിയ പരമ്പര നമുക്കുണ്ട്. ഇപ്പം ഞാൻ അഗസ്ത്യർകൂടം പോയപ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലൊരു സ്റ്റോറിയുടെ വർക്കിലാണ്. ഒത്തിരി വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് എടുപിടിയെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് സ്ഥിരതയോടെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻഫർമേറ്റീവ് ആക്കണം എന്നുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഈ വരുന്ന അവസരത്തിലും അഗസ്ത്യർകൂടം തുറന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു യാത്രയും കൂടെ നടത്തി അതിൽ കുറച്ചും കൂടെ ഒരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നോളജ് ആർജിച്ചിട്ട് അത് പൂർത്തിയാക്കാമെന്നുള്ളൊരു ആലോചനയിലാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് വരാം. വിശ്വപ്രഭ സാറിൻ്റെ റൂംസ് അത് ചിലപ്പോൾ 2 ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ആവും. കാരണം അദ്ദേഹം പല തിരക്കുകളൊക്കെ കാണുമെന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു റൂം ഇട്ടാൽ അത് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ആവും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തായിരിക്കും ഡിസ്കഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിലും അവിടെയും പല ടൈം സോൺസിൽ നിന്നുള്ള നല്ല എൻജിനീയേഴ്സ് ആയിട്ടുള്ള ആളുകളായിരുന്നാലും നല്ല വിവരവും പല മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് സംസാരിക്കും, അവരുടെ വ്യൂസൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പോയിരുന്ന് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല അദ്ദേഹം എല്ലാത്തിലും ഫോക്കസ് ചെയ്യുന്നു. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു പെട്രോളിയം കമ്പനിയിലങ്ങാണ്ട് വർക്ക് ചെയ്തിട്ട് അതിനി ഭാവിയിൽ വരുത്താൻ പോകുന്ന ഗ്ലോബൽ വാർമിങ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിനെല്ലാം ഫോസിൽ ഫ്യൂവൽസ് കൊണ്ടുള്ള ദോഷങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ആ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചിട്ടോ അങ്ങനെ എന്തോ ആണ്, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ വന്ന് നാട്ടിലെത്തിയിട്ട് നാട്ടിൽ 5 വർഷമായിട്ട് ഈ അടുത്ത് ഒരു ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഒരു ഇൻസ്പയറിങ് തോട്ട് ആയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ ക്ലബ് ഹൗസിൽ കേട്ടതൊന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു കണ്ടന്റ് ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുള്ളതല്ല.
പക്ഷേ എങ്കിലും അതൊരു ഇൻസ്പയറിങ് തിങ് ആണ്. നമ്മളുമൊക്കെ അതിൽ നിന്ന് കുറേ ഇൻസ്പിറേഷൻ ഇന്നത്തെ കറണ്ട് ജനറേഷന് വരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അദ്ദേഹം ഏതാണ്ട് 5 years ആയിട്ട് ഇതുപോലെ വാഹനങ്ങൾ, ഫോസിൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ സോളാർ എനർജി പൂർണ്ണമായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യാം, അതെല്ലാം അദ്ദേഹം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കത്തക്ക വിധത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അദ്ദേഹത്തിനത് ആവശ്യമാണ്. ബട്ട് സെയിം ടൈം അത് മറ്റുള്ളവർക്ക് കൂടി പകരാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഇൻഫർമേഷൻ അദ്ദേഹം ഈ റൂമുകളിലൂടെയൊക്കെ സമയം കണ്ടെത്തി ആളുകളിലേക്ക് പകരുന്നു. ദാറ്റ് ഈസ് റിയലി ഇൻസ്പയറിങ്. അതുകൊണ്ട് എവിടെയെങ്കിലും ക്ലബ് ഹൗസിൽ വിശ്വപ്രഭ എന്നുള്ളൊരു റൂം തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ടൈം കിട്ടുമ്പോൾ കുറച്ച് നേരം അകത്ത് കയറിയിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. ഒരുപാട് വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷൻസൊക്കെ നടക്കും. അതിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു പൗരൻ, ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതെങ്ങനെ നമ്മൾ നിർവഹിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല ഒരു ബോധവൽക്കരണം അദ്ദേഹം ക്ലബ് ഹൗസിലൂടെ നടത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ക്ലബ് ഹൗസിൽ അങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുക എന്നുള്ളതൊന്നും അല്ല. അതിനപ്പുറത്തേക്ക് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വൈസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വൈസ്ലി ഒരാളുമായിട്ട് ജെന്യൂൻ പേഴ്സണിനെ കണ്ടെത്തി അവരുമായിട്ട് നമുക്ക് ബന്ധം പുലർത്തുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിലൂടെ അവരുടെ അറിവുകൾ പകരുക, അതൊക്കെ നമ്മൾ തിരിച്ചറിയുക, അത് നമ്മൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റീവ് വൈബുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സ്പെയർ ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മ്യൂസിക്കൊക്കെ പലരും പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് കുറേ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ കോപ്പിറൈറ്റ്, ഇപ്പോൾ നമുക്ക് ക്ലബ് ഹൗസിൽ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഡിസ്കഷൻ നടക്കുമ്പോഴത്തേക്ക് ആർക്ക് വേണമെങ്കിലും അത് ആ സ്ട്രീമിങ്ങിനെ റെക്കോർഡ് ചെയ്തെടുത്ത് മറ്റ് യൂട്യൂബ് ചാനൽസിൽ, സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനൽസിലൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വയലേഷനൊന്നും വരുന്നില്ല അതിനകത്ത്. അപ്പോൾ അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഇഷ്യൂസും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ പല റൂംസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടന്റ് വയലേഷനൊന്നും അങ്ങനെ വരാറില്ല. അതിനകത്തൊക്കെ എന്താണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അത് ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം പല റേഡിയോസൊക്കെ ക്ലബ് ഹൗസിൽ, പല ക്ലബ്സിലും പാട്ടുകളൊക്കെ ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. സാധാരണ നമുക്ക് മറ്റുള്ളവരുണ്ടാക്കുന്ന കണ്ടൻസ് അങ്ങനെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ റേഡിയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FMs ഒക്കെ അതിനുള്ളൊരു സിഗ്നേച്ചറൊക്കെ വാങ്ങിച്ച് അത് ഒരു ഇൻഡയറക്റ്റ് പബ്ലിസിറ്റിയും കൂടെയൊക്കെയാണ് ആ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ആളിന്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിൽ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് അപാകതകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് അതിന് ടെക്നിക്കൽ സൈഡിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റിനെ കുറിച്ചൊന്നും എനിക്ക് എത്രത്തോളം അറിയത്തില്ല. അപ്പോൾ എന്തായാലും സംസാരിച്ച് നമുക്ക് ഒരുപാട് നീണ്ടുപോയാണ്ട് അരമണിക്കൂറിൽ കൂടുതലാവും ഈ കണ്ടന്റ് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ക്ലബ് ഹൗസിനെ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ഇൻ എ വെരി എഫക്റ്റീവ് മാനർ ടു ഇംപ്രൂവ് യുവർ സെൽഫ്, to improve your business, to connect with genuine people. അങ്ങനെ ഒത്തിരി possibilities are there, but only if you utilize in an effective manner. ഇതിപ്പോൾ ഞാൻ ഇത്രയും കാട് കയറിയൊക്കെ പറയാൻ കാരണം, ഈ അടുത്ത് ഞാൻ ഈ നമസ്തേ കേരളത്തിലോട്ട് ഒരാളിനെ, എൻ്റെ ഒരു നാട്ടുകാരനായിട്ടുള്ളൊരു ഷക്കീബ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടായിനെ, ആളിനെ ഞാൻ ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്തു. സമയം കിട്ടുമ്പോൾ മോർണിംഗിലൊന്ന് വരിക, വി ക്യാൻ മീറ്റ് ഫ്യൂ ജം പീപ്പിൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആള് ക്ലബ് ഹൗസ് എന്ന് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഹി ഡോണ്ട് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ എങ്കിലും അതിനകത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്തൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ആളുകളുടെ ഇടയിൽ. അപ്പോൾ നെഗറ്റിവിറ്റിയും, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്ന അങ്ങനെ ഒരു സമൂഹം എല്ലായിടത്തും ഉണ്ട്. അത് അവരെയൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ദാറ്റ് ഓൾസോ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എവറിത്തിങ്. നമ്മളിപ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓൾടാക് സെൽ അല്ലെങ്കിൽ ഒരു ബാറ്ററി എടുത്താൽ ഇറ്റ് ഹാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ്. ഇത് രണ്ടും ഇല്ലാതെ ലോകമില്ല. പക്ഷെ ഓൺലി തിങ് നമ്മളിത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അങ്ങനെ ഉള്ളതിനെ പോലും നമ്മൾ കൂടുതൽ തലയിടാതെ, അല്ലെങ്കിൽ അതിന് സമയം കൊടുക്കാതെ നമ്മളതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഉൾക്കൊള്ളേണ്ടതും നമുക്ക് എടുക്കേണ്ടതും എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക.
മറ്റേതിനെ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കുക. നമ്മളിപ്പോൾ ഈയലുകൾ ഇങ്ങനെ പറന്ന് വരുമ്പോഴത്തേക്ക് നമ്മളെന്താ ചെയ്യുക? ഇന്നത്തെ റൂം ഡിസ്കഷനിൽ നമസ്തേ കേരളത്തിൽ നടന്നത് ഈ ഒരു ടോപ്പിക്കായിരുന്നു. അവിടെയും ഞാനിതാണ് സംസാരിച്ചത്. അപ്പോൾ അതിനെ തന്നെ എനിക്കൊന്ന് ഒരു കണ്ടന്റ് ആക്കണമെന്നും തോന്നിയിരുന്നു. അപ്പോൾ ഈയലുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോൾ ഈയലുകളെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കൊന്ന് കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും മനസ്സിലായി. ഈയലുകൾ പ്രകൃതിക്കൊരു വലിയ ഫോറസ്റ്റേഷന് വേണ്ടിയിട്ട് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളതൊക്കെ അന്ന് നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ പറഞ്ഞു വന്നത്, ഈയലുകൾ ഇങ്ങനെ വന്ന് പറന്ന് പ്രകാശത്തിന് ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? പ്രകാശം കുറച്ച് നേരത്തേക്കും വന്നും അണച്ചിടുമ്പോൾ അതെല്ലാം കൂടെ വേറൊരു സ്ഥലത്തോട്ട് പോകും. അപ്പോൾ അതുപോലുള്ളൊരു ന്യൂസൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. സോ അവരെപ്പോഴും സമൂഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നമ്മൾ ഇൻ്റർഫിയർ ചെയ്തോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നമ്മുടെ വാല്യുബിൾ ടൈം കളയാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള തോട്ട്സും പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻസും ഒക്കെ കേൾക്കുക. ക്ലബ് ഹൗസ് വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. നെഗറ്റീവ്സിനെ മാത്രം കണ്ടുകൊണ്ട് ക്ലബ് ഹൗസിനെ വിലയിരുത്താതിരിക്കുക. നമുക്ക് എല്ലാം ഡിപ്പെൻഡ് ചെയ്യും, നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്യും എന്തിൻ്റെയും വാല്യുബിളായിട്ടുള്ള വിനിയോഗം. അപ്പോൾ എന്തായാലും ഞാൻ സർവീസ് സെൻറ്ററിൽ എത്താറായിക്കൊണ്ടിരിക്കുന്നു. എത്തി വണ്ടിയൊക്കെ കൊടുത്തതിന് ശേഷം, വണ്ടി എടുത്തതിന് ശേഷം മിക്കവാറും 2 ദിവസം എടുക്കും. 1 ദിവസം എന്നാണ് അവർ പറഞ്ഞ, മിക്കവാറും 2 ദിവസം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കിട്ടിയതിന് ശേഷം വാഹനത്തിൻ്റെ എന്തൊക്കെ സർവീസ് കോസ്റ്റ് എത്ര, എന്തൊക്കെ സർവീസ് ചെയ്തു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ സർവീസ് കോസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിതിൻ്റെ അലൈൻമെൻറ്റും അതുപോലെ പല കാര്യങ്ങളും, അലൈൻമെൻറ്റ്, ബോഡി വാഷ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എനിക്കറിയുന്നിടത്ത് നിന്നാണ് ഇത് ചെയ്യുന്നത്. അലൈൻമെൻറ്റ് എസ്പെഷ്യലി അത് മാത്രം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറി 5000 കിലോമീറ്റേഴ്സ് ഞാൻ വണ്ടിയുടെ വീൽ അലൈൻമെൻറ്റ് ചെയ്യും, അതുപോലെ വീൽ ബാലൻസിങ് ചെയ്യും, വീൽ റൊട്ടേഷനും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ നൂല് കെട്ടി വലിച്ചതുപോലെ ഇതിങ്ങനെ പോണത്. എല്ലാ വണ്ടിയും ഇങ്ങനെ പോകത്തില്ല. പല റിവ്യൂസും ഒക്കെ ചെയ്ത് പലരും വളരെ മോശമായിട്ട് ഡ്രൈവറിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നതിലൊക്കെ വണ്ടി ഇങ്ങനെ വലതോട്ട് തിരിഞ്ഞു പോവുക, ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതോട്ട് തിരിഞ്ഞ് ഓടുക, അങ്ങനെയൊക്കെ ഉള്ള ചില അസുഖങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം വണ്ടിയുടെ കമ്പനി അങ്ങനെയൊന്നും ഉണ്ടാക്കി ഇറക്കുന്നതല്ല. അത് പ്രോപ്പർലി വീൽ അലൈൻ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ വീൽ നല്ല പർട്ടിക്കുലറായിട്ട് 5000 കിലോമീറ്റേഴ്സിൽ വീല് അലൈൻമെൻറ്റും ബാലൻസിങ്ങും റൊട്ടേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പറയുന്നിടത്ത് നൂല് കെട്ടി വലിച്ചണക്ക് വണ്ടി ഇങ്ങനെ പോകും. ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ബോറിങ് ആയിപ്പോയെങ്കിൽ ക്ഷമിക്കണം. എങ്കിലും അതിനകത്ത് കുറച്ച് എനിക്ക് ക്ലബ് ഹൗസിൻ്റെ പോസിറ്റിവിറ്റിയെക്കുറിച്ച് പറയേണ്ടതുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് റൂംസ് ഉണ്ട്. അതുപോലെ കവിതകളുടെ കുറേ നല്ല റൂമുകൾ. ഞാനെല്ലാം ഒന്നും പോകാറില്ല. ഞാൻ ഇത് മാത്രമാണ് ഞാൻ മോർണിംഗിൽ ഈ ഒരു മോർണിംഗ് വൈബ്സ്, അതായത് നമസ്തേ കേരളം എന്ന് പറയുന്ന സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാൻ, അദ്ദേഹം നടത്തുന്ന റൂമാണ് ഞാൻ ആകെ അറ്റൻഡ് ചെയ്യാറുള്ളത്. അതും ഫോർ 2 റീസൺസ്. അൺവാണ്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ്, റിലീജിയസ് മാറ്റേഴ്സ് ഒന്നും എടുക്കാത്ത വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻ ആയതുകൊണ്ട് അതിനകത്ത് പോവും. പിന്നെ കുറേ നല്ല ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞാൽ പോയൊക്കെ കേൾക്കാറുണ്ട്. നല്ല വ്യക്തിത്വങ്ങളൊക്കെ നടത്തുന്ന ചില റൂമുകളിലൊക്കെ നല്ല ചർച്ചകളൊക്കെ നടക്കും. നല്ല റിനൗണ്ടായിട്ടുള്ള അറിവുള്ള ആളുകളെ കൊണ്ടുവന്നൊക്കെ സംസാരിപ്പിക്കും. അതൊക്കെ പോയി കേൾക്കാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ ടൈം ഷെഡ്യൂൾ നമ്മളങ്ങനെ റൂമിനെ ഫോളോ ചെയ്തിരുന്ന ആ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ ട്രാക്ക് ചെയ്ത് പോയി കേൾക്കാൻ പറ്റും. പിന്നെ നല്ല കവി അരങ്ങുകളൊക്കെ ഒരുപാട് ഉണ്ട്. അതുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് ഉള്ള ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് റൂംസ് ക്ലബ് ഹൗസിലുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയൊരു ആശയം കുറച്ച് ബ്രോഡായിപ്പോയി, ക്ഷമിക്കണം. ബോറായിപ്പോയെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും മറ്റൊരു ഡ്രൈവർ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസിക്കിനെ കുറിച്ചും കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. പഴയ ഒരു വണ്ടിയുടെ ഒരു ഹാൻഡിൽ ബാറും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം യാത്രയുടെ ഇടയിൽ കളിക്കാവിള വരെ പോയി വാങ്ങിച്ചതാണ്. ഇതും നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും കണ്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഉടനെ ബ്രേക്ക് അടിച്ചങ്ങ് നിർത്തുക. ബാക്കിൽ നിന്ന് വരുന്നവനെല്ലാം കൺഫ്യൂസായി. ആ 2 വീലറിൽ ലൈറ്റും ഉണ്ടായിരുന്നില്ല, ബ്രേക്ക് ലൈറ്റും ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഫുട്ബോൾ ടൂർണമെൻ്റൊക്കെ നടക്കുന്നില്ല. അപ്പോൾ ഏകദേശം കൊറോണയൊക്കെ ഇത്തരത്തിലുള്ള ഗെയിമുകളിലൂടെ അങ്ങ് എൻഡ് ആവും മിക്കവാറും. എന്തായാലും ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അത് ഞാൻ ഒത്തിരി കൂടെ മനസ്സിരുത്തി അതിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നല്ല ബ്ലിസ്ഫുൾ സ്റ്റോറീസിനുള്ള കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എങ്കിലും അതിന് സ്റ്റോറീസായി മാറണം. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അത്തരത്തിലുള്ള ബ്ലിസ്ഫുൾ സ്റ്റോറീസൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.